ബഹിരാകാശ യാത്രയിൽ ചരിത്രം കുറിച്ച വനിതകൾ. ബ്ലൂ ഒറിജിന്റെ ന്യൂ ഷെപ്പേർഡ് 31 ദൗത്യം വിജയകരം. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ബഹിരാകാശ അതിർത്തിയായ കർമാൻ രേഖയിലൂടെ സഞ്ചരിച്ച് ഗായിക കാറ്റി പെറി അടക്കമുള്ള 6 വനിതാ യാത്രികർ ഭൂമിയിൽ തിരിച്ചെത്തി. ചരിത്ര നിമിഷമെന്ന് ജെഫ് ബെസോസ് പ്രതികരിച്ചു. ടെക്സസിൽ നിന്നായിരുന്നു ജെഫ് ബെസോസിന്റെ ഉടമസ്ഥതയിലുള്ള ബ്ലൂ ഒറിജിൻ റോക്കറ്റിന്റെ വിക്ഷേപണം. ചരിത്രത്തിൽ ആദ്യമായി വനിതകളെ മാത്രം പങ്കെടുപ്പിച്ചുള്ള ദൗത്യമാണ് വിജയകരമായി പൂർത്തിയാക്കിയത്. കർമാൻ രേഖയിലൂടെ സഞ്ചരിച്ച് ക്രൂ ക്യാപ്സൂൾ ഭൂമിയിൽ തിരിച്ചെത്തി. 10 മിനിറ്റ് സഞ്ചരിച്ച ശേഷമാണ് സംഘം തിരിച്ചെത്തിയത്. ഗായിക കാറ്റി പെറി, നാസയിലെ മുൻ ശാസ്ത്രജ്ഞ ആയിഷ ബോവ്, ചലച്ചിത്ര നിർമ്മാതാവ് കാരിൻ ഫ്ലിൻ, അമേരിക്കൻ പത്രപ്രവർത്തക ഗെയിൽ ക്ലിംഗ് അടക്കം 6 യാത്രികരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഭൂമി വളരെ ശാന്തമായി തോന്നിയെന്നാണ് തിരിച്ചെത്തിയ ശേഷം ദൗത്യസംഘം പ്രതികരിച്ചത്. തന്റെ യാത്രാനുഭവത്തെക്കുറിച്ച് പുതിയ ഗാനം രചിക്കുമെന്ന് കാറ്റി പെറി പ്രതികരിച്ചു. ഡെയ്സി പൂക്കളം കൊണ്ടായിരുന്നു കാറ്റി പെറിയുടെ യാത്ര. ക്യാപ്സൂളിൽ നിന്ന് പുറത്തിറങ്ങിയ കാറ്റി പെറി ഭൂമിയെ ചുംബിച്ചാണ് സന്തോഷം പങ്കുവച്ചത്. സ്ത്രീകളെ സ്വപ്നങ്ങൾ കയ്യെത്തിപ്പിടിക്കാൻ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു യാത്ര. ഇന്റർനാഷണൽ ഡെസ്ക് 24.